ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളിവിടെ ആദ്യമായിട്ട് വരികയാണെങ്കിൽ എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ട്രൈ ചെയ്യുന്നത്. എൻ്റെ ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്ന ഡിഷിൻ്റെ പേരാണ് നവരത്തൻ കുർമ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ കഴിക്കാറുള്ള കുറച്ച് റിച്ച് ആയിട്ടുള്ളൊരു മുഗ്ലായി ഡിഷാണ് നവരത്തൻ കുർമ. ഇതിൽ 9 ഐറ്റംസ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് നവരത്തൻ എന്ന് വരുന്നത്. ഈ ഡിഷ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ദയവായി ചെക്ക് ചെയ്യുക. അപ്പോൾ നവരത്തൻ കുർമ ഉണ്ടാക്കാൻ വേണ്ട 9 ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ പൊട്ടേറ്റോ ക്യൂബായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ക്യാപ്സിക്കം ക്യൂബാക്കിയത്, പനീർ ക്യൂബ്സ്, ബീൻസ് കുറച്ച് ഒരു ഇഞ്ച് നീളത്തിൽ മുറിച്ചത്, ഗ്രീൻ പീസ്, ക്യാരറ്റ്, മുന്തിരിങ്ങ, ബദാം, കാഷ്യൂനട്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നവരത്തൻ എന്ന് പറയുന്ന 9 ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ആ 9 ഇൻഗ്രീഡിയൻസ് കൂടാതെ ആവശ്യം വരുന്നത് സവാള, 2 മീഡിയം സവാള നന്നായിട്ട് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണിത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി തൊലി കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് വെച്ചത് 1 കപ്പ്, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പാല്, പിന്നെ ക്രീം. ഇത് കൂടാണ്ട് ആവശ്യത്തിന് ഉപ്പും എണ്ണയും ആവശ്യം വരും. അപ്പൊ നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കി തുടങ്ങാം. അടുപ്പത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണ ചൂടാവണം. ചൂടാവുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക കാഷ്യൂനട്ട്സും ബദാമുമാണ്. അതിൽ നിന്ന് കാഷ്യൂനട്ട്, ബദാം, മുന്തിരിങ്ങയുടെ ഒരു ചെറിയ ഭാഗം ഞാൻ ഗാർണിഷിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ ഇതിലേക്ക് ബദാമും കാഷ്യൂനട്ടും ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ബ്രൗൺ ആവുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ബദാമിന്റെ തൊലി ഞാൻ കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് പറയാൻ ഞാൻ മറന്നുപോയി. തൊലി കളയാൻ വേണ്ടിയിട്ട് ബദാം കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തൊലി പെട്ടെന്ന് പോകും. അങ്ങനെ തൊലി കളഞ്ഞിട്ടാണ് ബദാം ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇപ്പം ഇത് ലൈറ്റായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. സവാളയുടെ കളറൊന്ന് മാറണ്ട, ഒന്ന് സോഫ്റ്റ് ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചതും ചേർക്കാം. ഇനി ഇതൊന്ന് പച്ചമണം മാറുന്നവരെ കുക്ക് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ മസാലകൾ ചേർക്കാം. അതായത് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി. ഇനി മസാലകളൊക്കെ ഒന്ന് കുക്കാവുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും മസാലകളും കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിക്കാം. മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് മുന്തിരിങ്ങ അല്ലെങ്കിൽ കിസ്മിസ്, ബീൻസ്, ഗ്രീൻ പീസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ പൊട്ടേറ്റോസും നമുക്ക് ആഡ് ചെയ്യാം. ഉരുളക്കിഴങ്ങും ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം.
അപ്പോൾ 9 ഇൻഗ്രീഡിയൻറ്റിൽ പനീർ ഒഴികെ ബാക്കി എല്ലാം ഇപ്പം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിയും. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഇനി വെള്ളം തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. മീഡിയം ടു ഹൈയിൽ വെച്ചോളൂ. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഫ്ലെയിം ലോയിലേക്ക് ഇട്ടിട്ട് ഒരു 20-25 മിനിറ്റ് കുക്ക് ചെയ്യണം. 20-25 മിനിറ്റ് അല്ലെങ്കിൽ പച്ചക്കറി വേവുന്ന വരെ കുക്ക് ചെയ്യുക. പച്ചക്കറി അവിടെ വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു ഫ്രൈ പാനിൽ ഇത്തിരി എണ്ണ എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ബദാം ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇത് ഓപ്ഷണലാണ്. ഞാനിത് ഗാർണിഷിന് വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രം. എണ്ണയിൽ നമുക്ക് ഈ പനീർ ക്യൂബ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നായാണെങ്കിൽ വല്ലാണ്ട് ഫ്രൈ ചെയ്യരുത്, അപ്പോൾ പനീർ ഹാർഡാവും. പനീർ ഗോൾഡൻ ആയിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. പച്ചക്കറികൾ വല്ലാണ്ട് കുക്ക് ചെയ്ത് ഉടയ്ക്കരുത്. ഇത് കുക്കായിട്ടുണ്ട്. പൊട്ടറ്റോസ് എല്ലാം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ പാലും ചേർക്കാം. എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇത് വെച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കുന്നവരെ ഒരു 4-5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. 4-5 മിനിറ്റ് നല്ലോണം കുക്കായിട്ടുണ്ട് കറി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് 1/2 കപ്പ് ക്രീം ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യുക. കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നവരത്ന കുർമ റെഡിയായി. ഇതിന് കുറച്ചധികം സാധനങ്ങൾ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. പക്ഷെ ഇത് റെഗുലർ ആയിട്ടൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഒരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ പരാട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ നാനിൻ്റെ കൂടെയോ സെർവ് ചെയ്യാം. അപ്പോൾ നാൻ ഉണ്ടാക്കാനുള്ള റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ വിടാം. ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.